ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി അനുസരിച്ച് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ ഒരു പോർട്ട്ഫോളിയോ സ്റ്റോക്കിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. 2 മാസത്തോളം സ്റ്റോക്ക് അതിൻ്റെ നാരോ റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്കിൽ ഒരു ബിഗ് ബ്രേക്കൗട്ട് ഉണ്ടായിരിക്കുകയാണ്. സ്റ്റോക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് 4 ആഗസ്റ്റ് 2020 വന്നു. അതിനുശേഷം സ്റ്റോക്കിൽ ഒരു ഹെവി ബൈയിങ്ങും ഒപ്പം തന്നെ ഒരു ബിഗ് മൊമെൻറ്റവും ഉണ്ടായിരിക്കുകയാണ്. സ്റ്റോക്ക് അതിൻ്റെ 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിനെ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ കൊണ്ട് ക്രോസ് ചെയ്തിരിക്കുന്നു. ഈ അവസരത്തിൽ സ്റ്റോക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് അനാലിസിസ്, ഫണ്ടമെൻ്റൽ അനാലിസിസ് ആൻഡ് പെർഫോമൻസ് അനാലിസിസ് എന്നിവ നടത്തി സ്റ്റോക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി സ്യൂട്ടബിൾ ആണോ എന്ന് നമ്മൾ പരിശോധിക്കും. അതോടൊപ്പം തന്നെ സ്റ്റോക്കിലെ ഒരു ഫ്രഷ് എൻട്രിക്കുള്ള ലെവൽസും സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ്സും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് റെഗുലർ അപ്ഡേഷനും ടൈംലി സ്റ്റോക്ക് റെക്കമെൻഡേഷനും ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പ്രമുഖ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട്സിൻ്റെ ത്രെഡ് ബിയർ അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ പ്ലേലിസ്റ്റിൽ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കൂടാതെ തന്നെ എമർജിംഗ് സെക്ടറായ കെമിക്കൽ ആൻഡ് ഫാർമ സെക്ടറുകളിലേക്കുള്ള പൊട്ടൻഷ്യൽ സ്റ്റോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് ടൈം ടു ഫോക്കസ് കെമിക്കൽ സെക്ടർ എന്നൊരു സീരീസ് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റിന് ഉള്ള പൊട്ടൻഷ്യൽ സ്റ്റോക്കുകളെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സീരീസാണ്. ഈ മെറ്റീരിയൽസ് എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. PVC മാനുഫാക്ചറിംഗ് ആൻഡ് പ്ലംബിംഗ് ഇൻഡസ്ട്രിയിലെ ഒരു മാർക്കറ്റ് ലീഡർ സ്റ്റോക്കിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഈ സ്റ്റോക്കിൻ്റെ പേരാണ് ആസ്ട്രാൽ പോളിടെക്നിക് ലിമിറ്റഡ്. ഈ സ്റ്റോക്കിന് ഇൻഡസ്ട്രി ആപ്ലിക്കേഷനോടൊപ്പം തന്നെ റെസിഡൻഷ്യൽ ആപ്ലിക്കേഷൻസുമുണ്ട്. അതായത് നമുക്കറിയാം PVC പൈപ്സ്, പ്ലംബിംഗ് ഇത് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനും കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയുടെയും ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഇത് റെസിഡൻഷ്യൽ ഇൻഡസ്ട്രിയുടെയും ഭാഗമാണ്. അതുകൊണ്ട് എവർ ഡിമാൻഡിങ് ബിസിനസ് സോണിൽ ഉള്ള ഒരു കമ്പനിയാണ് ആസ്ട്രാൽ പോളിടെക്നിക് ലിമിറ്റഡ്. 5 ഓഗസ്റ്റ് 2020 കമ്പനിയുടെ Q1 റിസൾട്ട് വന്നു. അതിനുശേഷം അതിൻ്റെ നെക്സ്റ്റ് ഡേ 6 ഓഗസ്റ്റ് 2020 കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിൽ ഒരു ഹെവി റാലിയാണ് ഉണ്ടായത്. ഈ ഹെവി റാലിയെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വോളിയം ബൈയിങ്ങും നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു. 2 മാസമായുള്ള കമ്പനിയുടെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയ 980 ലെവലിനെ സ്റ്റോക്ക് ഒരു ഹെവി ബുള്ളിഷ് ക്യാൻഡിൽ കൊണ്ടാണ് ബ്രേക്ക് ചെയ്തത്. അതിനുശേഷം സ്റ്റോക്കിൻ്റെ ഈ റാലിക്ക് പിന്നിലുള്ള റീസൺ എന്താണ്, സ്റ്റോക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. Q1 റിസൾട്ടിൽ കമ്പനി 57.75% ലോസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 2019 Q1 കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 47.10 crore ആയിരുന്നു. അത് റെഡ്യൂസായി 19.90 crore ആയി മാറിയിട്ടുണ്ട്. ഇനി കമ്പനിയുടെ നെറ്റ് സെയിൽസിൽ നോക്കിയാൽ നെറ്റ് സെയിൽസിൽ 33.42% ഡിക്ലൈനാണ് ഉണ്ടായിരുന്നത്. അതായത് 2019 Q1 കമ്പനിയുടെ ഇൻകം ഫ്രം നെറ്റ് സെയിൽസ് ഈസ് 606.60 crore. 606 കോടി രൂപയായിരുന്നു കമ്പനിയുടെ നെറ്റ് സെയിൽസിൽ നിന്നുള്ള ഇൻകം. അത് ഡിക്രീസായി 403 കോടി രൂപയായിട്ടുണ്ട്. ഇനി കമ്പനിയുടെ എബറ്റ നോക്കിയാൽ കമ്പനിയുടെ എബറ്റയിലും 41.74% ഡിക്രീസ് ഉണ്ടായിട്ടുണ്ട്. അതായത് 2019 Q1 99.90 crore ആയിരുന്ന എബറ്റ റെഡ്യൂസായി 58.20 crore ആയിട്ടുണ്ട്. ഇനി ഏണിങ്സ് പെർ ഷെയർ നോക്കിയാൽ ഏണിങ്സ് പെർ ഷെയറിലും ഒരു ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. 2019 Q1 ഏണിങ്സ് പെർ ഷെയർ 3.93 ആയിരുന്നു. അത് റെഡ്യൂസായി 1.32 ആയിട്ടുണ്ട്. കമ്പനിയുടെ Q1 റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും നന്നായി കുറഞ്ഞു. അതിനുള്ള പ്രധാന റീസണും നമുക്കറിയാം. കാരണം ലോക്ക്ഡൗൺ പീരീഡ് ആയിരുന്നു. ലോക്ക്ഡൗൺ പീരീഡിൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് അത് ഓറിയൻറ്റഡ് ബിസിനസ്സുകൾ ഒന്നും നടക്കുന്നില്ലായിരുന്നു. അത് കാരണമാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിലും അതോടൊപ്പം തന്നെ സെയിൽസിലും ഒരു നല്ല ഷാർപ്പ് ഡിക്ലൈൻ ഉണ്ടായത്. പക്ഷേ ഈ Q1 റിസൾട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. ആ ന്യൂസാണ് കമ്പനിയുടെ എഫർട്ട് ടു ബിക്കം എ ഡെറ്റ് ഫ്രീ കമ്പനി. അതായത് Q1 എൻഡ് വരെ ആയപ്പോൾ കമ്പനിയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ 167 crore ആണ്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ്
173 crore ആണ്. എഫക്റ്റീവ്ലി കമ്പനി നെറ്റ് ഡെപ്റ്റ് ഫ്രീ ആയി കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ Q1 റിസൾട്ടിന് മുൻപ്, അതായത് പോസ്റ്റ് ജൂൺ 2020 കമ്പനി ഏകദേശം 28 കോടിയോളം രൂപ അതിൻ്റെ ലോൺ റീപേയ്മെൻറ്റിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അതായത് ഇത് ഒരു ആസ്ട്രാൽ ഗ്രൂപ്പ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പോസിറ്റീവ് ന്യൂസാണ്. ഇനി നമുക്ക് കമ്പനിയുടെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നോക്കാം. 16,000 മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു മിഡ് ക്യാപ്പ് കമ്പനിയാണ് ആസ്ട്രൽ പോളി. ഇതിൻ്റെ PE റേഷ്യോ നോക്കിയാൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ സെക്ടറിൻ്റെ PEയേക്കാൾ ഡബിൾ ആണ്. ഇൻഡസ്ട്രിയുടെ PE 32.75ഉം ആസ്ട്രൽ പോളിയുടെ PE 86.26ഉമാണ്. അതായത് സ്റ്റോക്ക് ഒരു ഹൈ പ്രൈം വാല്യൂഷൻ സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ ക്വാളിറ്റിയിലും പെർഫോമൻസിലും യാതൊരു കോംപ്രമൈസും ഇല്ല എന്നാണ് സത്യം. ഇനി ഡിവിഡൻഡ് ഈൽഡ് നോക്കിയാൽ 0.10% ഡിവിഡൻഡ്, അതായത് നെഗ്ലജിബിൾ ഡിവിഡൻഡ് ഓറിയൻറ്റഡ് കമ്പനിയല്ല, ഇതൊരു ഗ്രോത്ത് ഓറിയൻറ്റഡ് കമ്പനിയാണ്. ഇനി സ്റ്റോക്കിൻ്റെ റിട്ടേൺ റേഷ്യോസ് നോക്കിയാൽ ROE ഇയർ ഓൺ ഇയർ ബേസിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. 15.33ൽ നിന്നും 16.49%ലേക്ക് ROE ഇൻക്രീസ് ആയിട്ടുണ്ട്. ROCE 20%-ന് മുകളിലുള്ള കമ്പനികളെല്ലാം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആൻഡ് വെൽ പെർഫോമിംഗ് കമ്പനികളാണ്. ഇതിൻ്റെ ROCE 20.72 ആണ് ബെറ്റർ. റിട്ടേൺ ഓൺ ആസറ്റ്സ് നോക്കിയാൽ ആസറ്റ്സിൽ നിന്നും കമ്പനി ഉണ്ടാക്കുന്ന റിട്ടേൺ 10.82, അതായത് റിട്ടേൺ ഓൺ ആസറ്റ്സും വെൽ ആണ്. ഇനി കമ്പനിയുടെ അസറ്റ് ടേൺ ഓവർ റേഷ്യോ നോക്കാം. അസറ്റ് ടേൺ ഓവർ റേഷ്യോ 112.61%, അതായത് അസറ്റ് ടേൺ ഓവർ റേഷ്യോയും ബെസ്റ്റ് ആണ്. ഇനി കമ്പനിയുടെ കറണ്ട് ലയബിലിറ്റീസും കമ്പനിയുടെ ക്യാഷ് റിസർവ്സും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കമ്പനിയുടെ ഫ്യൂച്ചർ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള കമ്പനിയുടെ വിഷൻ എന്താണെന്ന്. 614.80 കറണ്ട് ലയബിലിറ്റി ഉള്ള കമ്പനിയുടെ കയ്യിലെ ക്യാഷ് റിസർവ് 1487.80, അതായത് 2 ഇരട്ടിയോളം ലയബിലിറ്റീസിൻ്റെ 2 ഇരട്ടിയോളം ക്യാഷ് റിസർവ് ചെയ്തിരിക്കുന്ന കമ്പനിയാണ് ഇത്. ഇനി കമ്പനിയുടെ ഫണ്ടമെൻ്റൽ അനാലിസിസിനെ അതിൻ്റെ പിയർ ഗ്രൂപ്പ് കമ്പനികളുടെ ഫണ്ടമെൻ്റൽ അനാലിസിസുമായൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആസ്ട്രൽ പോളിയുടെ മെയിൻ കോമ്പറ്റിറ്റേഴ്സ് ഫിനോലെക്സ് ഇൻഡസ്ട്രീസ്, പ്രിൻസ് പൈപ്സ്, അപ്പോളോ പൈപ്സ്, പ്രകാശ് പൈപ്സ് എന്നീ കമ്പനികളാണ്. ഈ കമ്പനികളുമായി നോക്കുമ്പോൾ മാർക്കറ്റ് ക്യാപ്പിൻ്റെ കാര്യത്തിൽ ബാക്കിയുള്ള കമ്പനികൾ ഒരു സ്മാൾ ക്യാപ്പ് സെഗ്മെൻറ്റിൽ വരുമ്പോൾ ആസ്ട്രൽ പോളി ഒരു മിഡ് ക്യാപ്പ് സെഗ്മെൻറ്റിലാണ് വരുന്നത്. അതായത് 15,796.18 crore മാർക്കറ്റ് ക്യാപ്പാണ്. ഇതിൻ്റെ നെക്സ്റ്റ് ലോ ലെവലുള്ള കമ്പനിയായ ഫിനോലെക്സ് ഇൻഡസ്ട്രീസിന് 5,583.67 crore മാർക്കറ്റ് ക്യാപ്പേ ഉള്ളൂ. ഇനി എഫിഷ്യൻസി റിട്ടേൺ റേഷ്യോയിൽ നോക്കാം. റിട്ടേൺ റേഷ്യോ ROE, ROA, ROCE, അതോടൊപ്പം തന്നെ ഫിക്സഡ് അസറ്റ്സ് റിട്ടേൺ, ഈ എല്ലാ പാരാമീറ്ററിലും ആസ്ട്രൽ പോളി അതിൻ്റെ പിയർ ഗ്രൂപ്പിൻ്റെ ആവറേജിനേക്കാൾ മുകളിൽ നിൽക്കുന്ന കമ്പനിയാണ്. ഇനി കമ്പനിയുടെ ഗ്രോത്ത് പ്രോഫിറ്റും എക്സ്പാൻഷനും നോക്കിയാൽ കമ്പനിയുടെ ഗ്രോത്ത് പ്രോഫിറ്റ് 12.99 ആണ് ബൈ കമ്പയറിംഗ് ടു അതർ പിയർ ഗ്രൂപ്പ്സ്. അതോടൊപ്പം തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നോക്കൂ, അതും 14.25 ബാക്കിയുള്ള കമ്പനികളുടെ ആവറേജ് ആണെങ്കിൽ ആസ്ട്രൽ ഗ്രൂപ്പിൻ്റേത് 17.18. അതായത് ഓവറോൾ PVC പ്ലസ് പ്ലംബിംഗ് ഇൻഡസ്ട്രിയിലെ സെഗ്മെൻറ്റ് ലീഡറാണ് ആസ്ട്രൽ പോളിടെക്നിക്. ഇനി സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് അനാലിസിസിലേക്ക് വരാം. സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് അനാലിസിസ് നോക്കിയാൽ സ്റ്റോക്ക് ഏകദേശം 1300 രൂപ വാല്യുവേഷനുള്ള സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഇപ്പോഴും ഡിസ്കൗണ്ട് റേറ്റിൽ അവൈലബിൾ ആണ്. അതായത് 1040 റേഞ്ചിലാണ് സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ. ഇനി സ്റ്റോക്കിൻ്റെ 1 ഇയർ നോക്കിയാൽ 8% റിട്ടേണും, 2 ഇയറിൽ 25% റിട്ടേണും, 3 ഇയറിന് മുകളിലേക്ക് നോക്കിയാൽ 100% മുകളിൽ റിട്ടേണും, വെരി ലോങ് പീരീഡ് ദാറ്റ് ഈസ് മോർ ദാൻ 5 ഇയർ ടു 10 ഇയർ നോക്കിയാൽ 4000 റിട്ടേണും തന്ന കമ്പനിയാണ്. അതായത് വെരി ലോങ് പീരീഡ് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു കമ്പനിയാണ്. വെരി ലോങ് പീരീഡിൽ വെൽ പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയാണ് ആസ്ട്രൽ പോളി. സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് അനാലിസിസിന് ശേഷം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ലെവൽസും ടാർഗറ്റ്സും നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ മൂവിങ് ആവറേജ് ലൈൻസ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ബ്ലാക്ക് കളർ ലൈൻ 200-day എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജും, ഗ്രീൻ കളർ ലൈൻ 100-day എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജും, റെഡ് കളർ ലൈൻ
50-day exponential moving ആവറേജും ബ്ലൂ കളർ ലൈൻ 20-day exponential moving ആവറേജുമാണ് ഉള്ളത് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കൂടാതെ RSIയും ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റോക്കിൽ നോക്കിയാൽ സ്റ്റോക്ക് അതിൻ്റെ 50-day മൂവിങ് ആവറേജിനും 100-day മൂവിങ് ആവറേജിനും ഇടയ്ക്കായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഫ്രീക്വൻ്റ്ലി അതിൻ്റെ 20-day മൂവിങ് ആവറേജിൽ സപ്പോർട്ട് എടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം സ്റ്റോക്കിൽ ഒരു ഹെവി ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു ഓൺ 6 ആഗസ്റ്റ് 2020 വിത്ത് എ ഹൈ ബൈയിങ് വോളിയം. അതായത് സ്റ്റോക്ക് അതിൻ്റെ 200-day എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിനർത്ഥം സ്റ്റോക്കിൻ്റെ പ്രൈസ് ഹൈക്കായി പോവും അല്ലെങ്കിൽ ഈ റാലി കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതല്ല. സ്റ്റോക്ക് ഉറപ്പായിട്ടും റിവേർട്ട് ബാക്ക് ചെയ്യും. പക്ഷേ സ്റ്റോക്ക് റിവേർട്ട് ബാക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് സ്റ്റോക്ക് അതിൻ്റെ 200-day എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിൽ സപ്പോർട്ട് എടുക്കുന്നുവോ അതോ അത് അതിൻ്റെ 100-day എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിൽ സപ്പോർട്ട് എടുക്കുന്നുവോ എന്നുള്ളതാണ്. സ്റ്റോക്കിൻ്റെ ബെസ്റ്റ് ബൈയിങ് പ്രൈസ് അതിൻ്റെ 100-day എക്സ്പൊണൻഷ്യൽ ആവറേജായ 950 ആണ്. 950 to 980 റേഞ്ചിൽ സ്റ്റോക്കിൽ എൻട്രി ചെയ്യുന്നവർക്ക് വിത്തിൻ 1 year 1150 എന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണിത്. പക്ഷേ ഈ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ സ്റ്റോക്കായി ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്നതിലാണ് സ്റ്റോക്കിൻ്റെ ഫുൾ ബെനിഫിറ്റ് നമ്മൾക്ക് കിട്ടുന്നത്. ഇനി സ്റ്റോക്കിൻ്റെ ഡെലിവറി പെർസെൻറ്റേജ് നോക്കാം. സ്റ്റോക്കിൻ്റെ Q1 റിസൾട്ട് വന്നതിന് ശേഷം മാർക്കറ്റ് സ്റ്റോക്കിൽ എങ്ങനെ റെസ്പോൺസ് ചെയ്യുന്നു എന്ന് നോക്കാം. നമ്മൾ 6 ആഗസ്റ്റ് 2020 ഡെലിവറി എടുത്താൽ അന്ന് 30% ആയിരുന്നു ഡെലിവറി. പിന്നെ നെക്സ്റ്റ് ഡേ ആയ 7 ഓഗസ്റ്റ് 2020 നോക്കിയാൽ അന്ന് 40% ആണ് ഡെലിവറി. അതായത് 20% ഡെലിവറി ഈസ് കൺസിഡേർഡ് ആസ് എ ബെസ്റ്റ് ഡെലിവറി. ഇതിൻ്റെ ഡബിൾ അതായത് 40%ഓളം ആളുകൾ ഈ സ്റ്റോക്കിനെ അതിൻ്റെ പോർട്ട്ഫോളിയോ സ്റ്റോക്കായി ലോങ് ടൈം ഹോൾഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്നതാണ്. ഒരു ലോങ് ടൈം പോർട്ട്ഫോളിയോ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ 55.74% ഹോൾഡിങ്സ് ഉണ്ട്. പ്ലെഡ്ജ്ഡ് ക്വാണ്ടിറ്റീസ് 0 കൂടാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 17.43% ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. ഇനി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയവർ അവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഇയർ ഓൺ ഇയറിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.